അപ്പോൾ നമ്മൾ ഇന്നലെ മാനൊക്കെ വെട്ടി എല്ലാം സെറ്റാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി സാധനത്തിലേക്ക് നമുക്ക് കിട്ടിയാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ തല സ്റ്റഫ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇനി ഒരു സൈഡിൽ കൊമ്പ് കുറച്ചേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ വലിയ കൊമ്പ് അടിച്ച് സ്റ്റഫ് ചെയ്യാനാണ് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ തല കുഴിച്ചിടുകയാണ്. കുഴിച്ചിടുമ്പോൾ മണ്ണിനെയും മറ്റ് ബാക്ടീരിയ ഒക്കെ അതിൻ്റെ ബാക്കിയുള്ള മാംസമൊക്കെ തിന്ന് ഫുള്ള് ജീർണിച്ച് തലയോട്ടി മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുഴിച്ചിടുന്നത്. മണ്ണിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മറ്റ് പലരും ഇത് ബാക്കി വേറെ മെത്തേഡുകളുണ്ട്, അങ്ങനെ ചെയ്യുന്നതായിട്ടുണ്ട്. നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിലൊക്കെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അങ്ങനെയൊക്കെ അതിൻ്റെ മാംസം കളയുന്ന രീതികൾ പല മെത്തേഡുകളുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 1 വർഷത്തോളമായി ഞാൻ ഈ തല കുഴിച്ചിട്ടിട്ട്. അപ്പോൾ രണ്ടാമത് ചെന്ന് തല എടുക്കാൻ പോവാണ്. ഞാൻ അതിൻ്റെ മുകളിലൊരു കല്ലൊക്കെ വലിയ കല്ല് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറുക്കനും അങ്ങനെ മറ്റു പൂച്ച അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഇത് വലിച്ച് തിന്നാനായിട്ട് നോക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരുന്നു. ഇപ്പം നമുക്ക് മാന്തി നോക്കാം എന്താ ഈ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എല്ല് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ച് മാന്തണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ മണ്ണ് മാറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ അവസാനം ഞാൻ മണ്ണ് മാറ്റി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, മാംസമൊക്കെ നന്നായിട്ട് ജീർണിച്ച് കിട്ടി. തലയോട്ടി മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊമ്പിനൊന്നും മറ്റ് ഡാമേജൊന്നുമില്ല. ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ആ കൊമ്പും തലയോട്ടിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു പ്രശ്നമൊന്നുമില്ല. താടിയെല്ല് അവിടെ തന്നെ മണ്ണിൽ തന്നെ ഇരുന്നു. അതിന് നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. അത് നോക്കിയെടുത്തില്ലെങ്കിൽ അതും വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കഴുകിയെടുത്ത മാൻ്റെ തല നമുക്കിനി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തല സ്റ്റഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തല ഒരുവിധം എല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ താടിയിലിൻ്റെ ഭാഗം എങ്ങനെ പോയാലും ഇതിങ്ങനെ പറഞ്ഞു പോരും. കാരണം ഈ ഒരു ദശയിലാണ് ഇതിങ്ങനെ പിടിച്ചിരിക്കാറ്. അതിങ്ങനെ ദ്രവിച്ച് പോയത് കൊണ്ട് എന്തായത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെറിയ നൂൽക്കമ്പിട്ട് ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് നമ്മളിത് സൂപ്പ് വെച്ച് ഒട്ടിച്ചാണ് ഇത് ചെയ്യുന്നത്. എനിക്കറിയില്ല എങ്ങനെയാവുന്നു. സ്റ്റാർട്ടിങ് ആണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ പകുതി വർക്ക് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഓക്കെ, മാന്ന് പറയാം, ചെറിയ കുതിര ഷേപ്പിലൊക്കെ വരാനായിട്ട് എനിക്ക് തോന്നണേ. മൊത്തം പടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏറെക്കുറെ പകുതി ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഒട്ടിക്കണേ. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാൻ്റെ തൊലിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. 2 സൈഡിൽ കണ്ണ് വെച്ചു, അതുപോലെ മൂക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ വരുന്നുണ്ട്. പിന്നെ അതേ കൊമ്പൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രിം ചെയ്യണം. നമുക്ക് ഈ രോമം ഇങ്ങനെ എഴുതിക്കുന്നൊക്കെ ഒന്ന് ട്രിം ചെയ്തൊന്ന് ലെവലാക്കണം. ലെവലാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി കുറച്ചൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇനി അതുകൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ തല സ്റ്റഫ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോരമ ഒരുവിധം ഒരു ഒറിജിനൽ ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചെയ്യണേ, എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് കിട്ടി. അപ്പുറം ഒരു തോക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ ആണെങ്കിലും മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടേക്കുന്നത്. ഒറിജിനൽ സ്കള്ളുമ്പോൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അറിയത്തില്ല. പക്ഷെ ഞാൻ ഒറിജിനൽ സ്കള്ളുമ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത് വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. ഓക്കെ, ബൈ.